5 ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കപ്പാസിറ്റൻസ് വെക്കുന്നത്. ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ 160 കിലോമീറ്ററിനേക്കാളും മുകളിൽ 100 കിലോ വോൾട്ടിനേക്കാളും എന്ത് ചെയ്യുന്നുണ്ടാവും മുകളിലായിരിക്കും. RLC എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, യൂണിഫോംലി എന്ത് ചെയ്യുന്നുണ്ടാവും ഡിസ്ട്രിബ്യൂട്ടഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് കേബിൾസ് ആണ്. അണ്ടർഗ്രൗണ്ട് കേബിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണെങ്കിൽ ഓവർഹെഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റത്തില്ല. ഓവർഹെഡ് ലൈൻസ് എന്ന് പറയുമ്പം നമുക്കറിയാമല്ലേ ഒരു പോസ്റ്റിൽ നമുക്ക് കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കറണ്ട് പാസ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ഹെവിലി പോപ്പുലേറ്റഡ് ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനിതൊന്നും കൂടി ഇത് പറയുന്നില്ല. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന കോറ് അലുമിനിയമോ കോപ്പറോ ആയിരിക്കാം. ഇൻസുലേഷൻ എന്ന് പറയുന്നത് PVC പേപ്പറോ അല്ലെങ്കിൽ XLPO ആയിരിക്കാം. ദെൻ മെറ്റാലിക് ഷീറ്റ് എന്ന് പറയുന്നത് മോയ്സ്ചർ അഗെയിൻസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ആർമറിംഗ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റീൽ വയറാണ് ടു പ്രൊട്ടക്ട് ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി. ആൻഡ് ഫോൾട്ട് ഡിറ്റക്ഷൻ വി യൂസ് ഇത് ഇമ്പോർട്ടൻ്റ്. നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിൾസിൽ ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒന്ന് മുറേ ലൂപ്പ്. ഓക്കെ, ഒന്ന് മുറേ ലൂപ്പ് യൂസ് ചെയ്യും. പിന്നെ ഒന്ന് യൂസ് ചെയ്യുന്നത് വാലി ലൂപ്പ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഒന്ന് മുറയാണ്, ദെൻ പാരലി. ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൂടുതൽ സ്ലൈഡ്സിൽ ഫെറാൻറ്റീൻ കൊറോണ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടും കൂടിയാണ്. നിങ്ങളത് വിട്ടുപോകരുത്, പോയിന്റ് വിട്ടുപോകരുത്. അതിന് എന്തായാലും ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. സോ എന്താണ് ഫെറാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ക്രിട്ടിക്കൽ വോൾട്ടേജ് റിലേറ്റഡ് ഫിനോമിന ഇൻ ട്രാൻസ്മിഷൻ ലൈൻസ്. ഫസ്റ്റ് ഫെറാൻറ്റി എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് എപ്പോഴാണ് നോ ലോഡോ അല്ലെങ്കിൽ ലൈറ്റ് ലോഡോ ആണെങ്കിൽ ദ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്. റിസീവിംഗ് എന്ന് പറയുന്നത് എന്തിനേക്കാളും കൂടുതലായിരിക്കണം, സെറ്റിംഗ് എൻ്റെ വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കണം. ഇത് ലൈൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കാരണമാണ് ഉണ്ടാകുന്നത്. ലൈൻ കപ്പാസിറ്റൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത് ഈ ഫിനോമിന ഒക്കർ ചെയ്യുന്നത്. നെക്സ്റ്റ് കൊറോണ എഫക്റ്റ്. ഓക്കെ, കൊറോണ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അയണൈസേഷൻ ഓഫ് എയർ അറൗണ്ട് എ കണ്ടക്ടർ അക്കംപൈൻഡ് ബൈ വയലറ്റ് ഗ്ലോ, ഹിസിംഗ് സൗണ്ട് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഗ്യാസ്. ഓസോൺ ഗ്യാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൂടി എഴുതണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഫാക്ടേഴ്സ് ഇൻക്രീസ് ബൈ ഹൈ വോൾട്ടേജ് റഫ് കണ്ടക്ടർ സർഫേസ് ആൻഡ് ബാഡ് വെതർ ഡ്യൂ ടു റെയിനോ ഫോഗോ അങ്ങനെ എന്തെങ്കിലും വന്നാലും എന്ത് ചെയ്യാറുണ്ട്, ഈ എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. ഇനി യൂസ് ബണ്ടിൽ കണ്ടക്ടർ ഓർ ഇൻക്രീസ് ഡയമീറ്റർ ഓഫ് ദി വയർ. നമ്മൾ വേണമെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഞാൻ പറഞ്ഞു എന്താണ് കണ്ടക്ടേഴ്സ് നമ്മളിങ്ങനെ അടുത്തടുത്തടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലേ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ അങ്ങനെ വരുമ്പോൾ ഡയമീറ്റർ ഓഫ് ദി വയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് സാഗും സ്പാനും. സോ നമ്മൾ കഴിഞ്ഞതിലിപ്പോൾ സാഗ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നല്ലോ. സ്പാൻ പറഞ്ഞു തന്നിട്ടില്ല. സോ സ്പാൻ കൂടി പറഞ്ഞുതരാം. സോ സാഗ് ആൻഡ് സ്പാൻ നോക്കിക്കേ. സാഗ് എന്ന് പറയുമ്പോൾ എന്താ, സാഗ് സിംപ്ലി നോക്കിക്കേ. സാഗ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഡിസൈൻ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ് ഇലക്ട്രിക്കൽ ഡിസൈൻ യു നോ. ആൻഡ് സാഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ ദി പോയിന്റ്സ് ഓർ സപ്പോർട്ട് ദ ലോവസ്റ്റ് പോയിന്റ് ഓൺ ദി കണ്ടക്ടർ ആണ്. ആൻഡ് ദിസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സാഗിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ഇസ് വെയിറ്റ്, അല്ലെങ്കിൽ ഹെവിയർ കണ്ടക്ടർ ആണെങ്കിൽ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടക്ടർ ഇപ്പോൾ ഹെവിയർ ആവുകയാണെങ്കിൽ സാഗും എന്ത് ആയിരിക്കും, കൂടുതലായിരിക്കും. അതുപോലെ സ്പാൻ എന്ന് പറയുന്നത് എന്താണ്, ലോങ്ങർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾസ്. ഈ പോൾസ് തമ്മിലുള്ള ആ ദൂരം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പാൻ എന്ന് പറയുന്നത്. അപ്പം ലോങ്ങർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾസ് ആണ്. അപ്പോൾ എന്ത് വരും, മോർ സാഗ് ആയിരിക്കും.
ഉണ്ടാക്കുന്നത്. മോർ സാഗ് വന്നു കഴിഞ്ഞാൽ സ്പാൻ എന്നാണ് പറയുന്നത്. പോൾസ് തമ്മിൽ ദൂരം കൂടുക എന്ന് പറഞ്ഞാൽ സാഗ് കൂടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രണ്ട് തിരിഞ്ഞു പോകരുത്. സാഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ രണ്ട് പോൾസ് തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാണ് എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ അവിടെ സാഗ് കൂടുതലായിരിക്കുമല്ലോ, അതിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി ടെൻഷൻ എന്ന് പറയുന്നത് നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നല്ല ടൈറ്റർ വയർ, ഇങ്ങനെ ഇരിക്കുന്നതിന് സാഗ് ഉണ്ടാവുമോ? ഇല്ല. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ വെതർ ഹോട്ട് ആണെങ്കിൽ മെറ്റൽ എക്സ്പാൻഡ് ചെയ്തിട്ട് സാഗ് കൂടും. ഇനി വൈബ്രേഷൻ ഡാമ്പേഴ്സ് ആണെങ്കിൽ കുഞ്ഞ് സ്മോൾ വെയ്റ്റ്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റോക്ക് ബ്രിഡ്ജ് ഡാമ്പേഴ്സ് ആണ് അറ്റാച്ച് ടു ലൈൻ ടു പ്രിവെൻറ്റ് വിൻഡ് ഇൻഡ്യൂസ്ഡ് വൈബ്രേഷൻസ്, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് സ്റ്റേജസ് ആൻഡ് വോൾട്ടേജ് ഇൻ ട്രാൻസ്മിഷൻ. പവർ സിസ്റ്റം സ്റ്റേജസ് ആൻഡ് വോൾട്ടേജ് ലെവലിൽ എന്ന് പറയുമ്പോൾ പ്രൈമറി ട്രാൻസ്മിഷൻ ആണെങ്കിൽ ഫസ്റ്റ് വോൾട്ടേജ് സ്റ്റെപ്ഡ് അപ്പ് എത്രയിലേക്കാണ്? 132, 220, 400, 765 kV ആണ്. യൂസിങ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് അറ്റ് ജനറേറ്റിംഗ് സ്റ്റേഷൻ സബ്സ്റ്റേഷൻസ്. ഇനി ടിപ്പിക്കലി യൂസസ് 3 phase 3 wire ഓവർഹെഡ് സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് പ്രൈമറി ട്രാൻസ്മിഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മളത് എത്രയിലേക്കാണ് പോകുന്നത്? 132, 220, 400 kV റേഞ്ചിലായിരിക്കും കേട്ടോ വോൾട്ടേജ് സ്റ്റെപ്ഡ് അപ്പ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യും? സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അതെന്ന് പറയുമ്പോൾ 33 kV 33 kV ആയിരിക്കും ടു വേരിയസ് സബ്സ്റ്റേഷൻ വിത്ത് സിറ്റി ഔട്ട്സ്കേർട്സ്. നെക്സ്റ്റ് കീ കമ്പോണൻറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ആണ്. കമ്പോണൻസ് എന്ന് പറയുമ്പം കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വയേഴ്സ് ദാറ്റ് ക്യാരി ദ കറണ്ട് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കോമൺലി എന്താണ്? അലുമിനിയം കണ്ടക്ടേഴ്സ്, സ്റ്റീൽ റീൻഫോഴ്സ് ഫോർ സ്ട്രെങ്ത് ആൻഡ് കണ്ടക്ടിവിറ്റി ആണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പോർസലൈൻ വെച്ചിട്ടോ പോളിമർ വെച്ചിട്ടോ ആയിരിക്കും ഉണ്ടാക്കുന്നത്. യൂസ് ടു പ്രിവെൻറ്റ് കറണ്ട് ഫ്ലോ ടു ദ സപ്പോർട്ട് ടവേഴ്സ് ഓർ പോൾസ് ആൻഡ് മെയിൻ ക്ലിയറൻസ്. ഒരു ക്ലിയറൻസ് കിട്ടുന്നതിന് മെയിൻലി നമ്മൾ പോളിമേഴ്സോ അല്ലെങ്കിൽ പോർസലൈൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് പ്രിവെൻറ്റ് കറണ്ട് ഫ്ലോ ടു ദ സപ്പോർട്ട് ടവർ പോൾസ് ആൻഡ് മെയിൻറ്റെയിൻ ക്ലിയറൻസ്. അതായത് നമുക്ക് കറണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഫ്ലോ ചെയ്യാൻ പാടില്ല. സപ്പോർട്ട് ടവേഴ്സിലൂടെയോ പോൾസിലൂടെയോ ഒന്നും പോകാൻ പാടില്ല. സപ്പോർട്ട്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി ടവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? പോൾസ് ആയിരിക്കും. ദാറ്റ് ഹോൾഡ് ദ കണ്ടക്ടർ അറ്റ് എ സേഫ് ഹൈറ്റ്. അപ്പോൾ സേഫ് ഹൈറ്റിൽ നമുക്ക് അതിനെ പ്ലേസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഗ്രൗണ്ട് വയേഴ്സ് ഓർ ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് ആണ്. പ്രൊട്ടക്ട് ദ സിസ്റ്റം ഫ്രം ലൈറ്റിംഗ് സ്ട്രൈക്സ് ആൻഡ് ഓവർ വോൾട്ടേജ്. ദാറ്റ് നമുക്കറിയാം അല്ലേ, ഹെവി കറണ്ടൊക്കെ വന്നു കഴിയുന്നത് എപ്പോഴാണ്? ലൈറ്റ്നിങ് എന്ന് പറയുന്ന ഇഫക്റ്റ് വരുമ്പോഴാണ്. സോ ആ ഹെവി കറണ്ടിന് നമുക്ക് എന്ത് ചെയ്യണം? എർത്തിങ് വഴി എന്ത് ചെയ്യണം? അതിനെ കടത്തി വിടണം. സോ അതാണ്. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. സ്റ്റെപ്പിംഗ് അപ്പ് ഓർ സ്റ്റെപ്പിംഗ് ഡൗൺ വോൾട്ടേജ്. ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പിംഗ് അപ്പോ സ്റ്റെപ്പിംഗ് ഡൗണോ ചെയ്യണം. ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം, എ സിയും ഡി സിയും. സോ എ സി ആൻഡ് ഡി സി എന്ന് പറയുമ്പോൾ എ സി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈസി വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ യൂസിങ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. യൂസ് ഫോർ ലാർജ് ഇന്റർകണക്റ്റഡ് ഗ്രിഡ്സ് അല്ലേ, നമ്മൾ എ സി അല്ലേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈസി വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും. യൂസ്ഡ് ഫോർ ലാർജ് ഇന്റർകണക്റ്റഡ് ഗ്രിഡ്സ്, ഒരുപാട് ഗ്രിഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. ഡി സി ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഹൈ വോൾട്ടേജ് ഡി സി ആണ്. സോ പ്രിഫേർഡ് ഫോർ വെരി ലോങ് ഡിസ്റ്റൻസ്, ഒരു 600 to 800 കിലോമീറ്റേഴ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡി സി യൂസ് ചെയ്യാം. ആൻഡ് അണ്ടർ വാട്ടർ കേബിൾസിൽ യൂസ് ചെയ്യാം. ലോ പവർ ലോസസ് ഓവർ ഡിസ്റ്റൻസ് പോകുമ്പോൾ പവർ ലോസ് എന്ത് ചെയ്തിരിക്കും? കുറഞ്ഞ് ഇരിക്കും. ഓപ്പറേഷൻ ആസ്പെക്ട്സ് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. കൊറോണ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അയണൈസേഷൻ ഓഫ് എയർ അറൌണ്ട് കണ്ടക്ടേഴ്സ് അറ്റ് ഹൈ വോൾട്ടേജ് കോസിങ് പവർ ലോസ്. ആൻഡ് നമുക്കറിയാമല്ലേ, എപ്പോഴും ഹൈ വോൾട്ടേജ് ഇങ്ങനെ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? പവർ ലോസും സംഭവിക്കും, റേഡിയോ ഇൻ്റർഫറൻസും സംഭവിക്കും. ദെൻ സാഗുമുണ്ട്, ടെൻഷനുമുണ്ട്. ഓക്കെ, സാഗുമുണ്ട്, ടെൻഷനുമുണ്ട്. കണ്ടക്ടേഴ്സ് മസ്റ്റ് ഹാവ് പ്രോപ്പർ സാഗ് ടു വിസ്റ്റാൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്, വിൻഡ്, ഐസ് ലോഡിങ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടക്ടേഴ്സിന് എന്ത് ചെയ്യണം? പ്രോപ്പർ സാഗ് ഉണ്ടായിരിക്കണം. എത്ര സ്ട്രെസ്സ് വന്നാലും ഒന്നുണ്ടാവാൻ പാടില്ല. മെക്കാനിക്കൽ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സ്ട്രെസ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഈ വിൻഡ്, ഐസ് ലോഡിങ് പോലെയുള്ളവയാണ്. സോ അങ്ങനെയൊക്കെയുള്ള ഹെവി മെക്കാനിക്കൽ സ്ട്രെസ്സ് വന്നാലും എന്ത് സംഭവിക്കാൻ പാടില്ല? അത് അതിൻ്റെ കണ്ടക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പാടില്ല?
അതിനെ വിസ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റണം. ഓക്കെ, സിംഗിൾ ഫേസ് ട്രാൻസ്മിഷൻ യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്. നമ്മൾ ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. ലോ പവർ കപ്പാസിറ്റി റെയർലി യൂസ്ഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ. ത്രീ ഫേസ് ട്രാൻസ്മിഷൻ മോസ്റ്റ് വൈഡ്ലി യൂസ് സിസ്റ്റം. ഹൈ പവർ കപ്പാസിറ്റി, എക്കണോമിക്കൽ ആൻഡ് എഫിഷ്യൻറ്റ്. ത്രീ ഫേസ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കുറവാണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് എന്തുണ്ടാവും, പവർ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹയർ ആയിരിക്കും. ഇതിൻ്റെ ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലോ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്, എക്സ്ട്രാ ഹൈ വോൾട്ടേജ്, പിന്നെ അൾട്രാ ഹൈ വോൾട്ടേജ്. ഇങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് ലെവൽ നമ്മൾ നേരത്തെ ലെങ്ത് വൈസ് തരം തിരിച്ചല്ലോ, അതുപോലെ വോൾട്ടേജ് വൈസ് നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വോൾട്ടേജ് ലെവൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് അപ് ടു 1 kV നമ്മൾ ലോ വോൾട്ടേജ് എന്നാണ് പറയുന്നത്. ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു 11 kV മുതൽ 66 kV വരെയുള്ളവരെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഹൈ വോൾട്ടേജ് എന്ന് പറയാം. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 132 മുതൽ 400 kV വരെയുള്ളവരെയാണ്. ആൻഡ് 400 kVക്ക് എബവ് ആണെങ്കിൽ അൾട്രാ ഹൈ വോൾട്ടേജ് എന്ന് പറയും. സോ ഇത് നമ്മൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡയറക്റ്റ് ചോദിച്ചില്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ രീതിക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അതെന്ന് പറയുമ്പോൾ ലോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു 1 kV വരെയാണ് പറയുന്നത്. ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു 66 kV 11 kVക്ക് ഉള്ളിൽ. ഓക്കെ, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ഒരു 132 400 kVക്ക് ഉള്ളിൽ. അൾട്രാ ഹൈ വോൾട്ടേജ് ആകുമ്പോൾ 400 kV വരും. അഡ്വാൻറ്റേജ് ഓഫ് ഡി സി. ഡി സിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് പറയാം, നമുക്കറിയാം അല്ലേ, ഇവിടെ എന്തില്ല, സ്കിൻ എഫക്റ്റ് ഇല്ല. അതുപോലെ പവർ ലോസ്, എപ്പോഴും റിയാക്റ്റീവ് ലോസ് ഉള്ളത് എ സിക്കകത്താണ്. അതില്ലേ RLC, അതിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ്, കപ്പാസിറ്റീവ് എഫക്റ്റ്, ഇതൊക്കെയാണെന്ന് പറയുന്ന റിയാക്റ്റീവ് പവർ ലോസ്. അതൊന്നും ആർക്കില്ല, ഡി സിക്കില്ല. ലൈൻ ലോസ് കമ്പാരിറ്റീവ്ലി കുറവുമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വിച്ച് എഫക്റ്റ് ആബ്സെൻറ്റ് ഇൻ ഡി സി. ഏതാ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സോ അതാണ് ആസ്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ. ഡിസഡ്വാൻറ്റേജ് ഓഫ് ഡി സി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോസ്റ്റ് ഒത്തിരി കൂടുതലാണ്, ഡിഫിക്കൽട്ട് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷനാണ്, കോംപ്ലക്സ് കൺട്രോളുമാണ്. സോ ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. മെയിൻ റീസൺ ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ അറ്റ് ഹൈ വോൾട്ടേജസ്. ഓക്കെ, നിങ്ങൾ തന്നെ ആൻസർ ചെയ്തേ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാം. അതല്ല വേണ്ടത്, എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയുന്നതിന് മുൻപേ നിങ്ങൾ മൈൻഡിൽ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ബിക്കോസ് ഓഫ് ഹൈ വോൾട്ടേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കമൻസ് ഇടുക കേട്ടോ ജസ്റ്റ്. അതായത് P is equal to V into I. സോ വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കൂടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പവർ എന്ന് പറയുന്നത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പവർ ലോസ് എന്ന് പറയുന്നത് I² ആണെങ്കിൽ നമ്മൾ കറണ്ട് എന്ത് ചെയ്യണം, ഒരു പരിധിക്കോളം കുറയ്ക്കണം. അങ്ങനെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ കൊറോണ ലോസ് ഇസ് ആബ്സെൻറ്റ് ഇൻ ഡി സി ട്രാൻസ്മിഷൻ അല്ലേ. വിച്ച് ലോസ് ആണ്, ഏതാ, സ്കിൻ എഫക്റ്റ്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണോ? സ്കിൻ എഫക്റ്റ് ഏതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എ സിക്കകത്ത് മാത്രമാണ് ഉണ്ടാവുന്നത്. ഓൾറെഡി കറണ്ട് എന്ത് ചെയ്യും, ഫോഴ്സ് കറണ്ട് ടു ഫ്ലോ നിയർ ദ കണ്ടക്ടർ സർഫസ്. ഡി സി കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് കണ്ടക്ടറിന് എപ്പോഴും യൂണിഫോംലി ആയിരിക്കും, അപ്പോൾ എഫക്റ്റ് ഉണ്ടാവില്ലല്ലോ. സോ സ്കിൻ എഫക്റ്റ് എന്ത് ചെയ്യും, ഒക്കറിയുന്നില്ല. മോസ്റ്റ് കോമൺലി യൂസ് സിസ്റ്റം ഫോർ പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 phase ആണ് കേട്ടോ. 3 phase AC transmission is economical, efficient and delivers constant power. It also requires less conductor material compared to single phase system, making it ideal for large scale transmission. Which conductor is widely used for overhead transmission line? Which is used, ACSR അല്ലേ. ACSR എന്താ, aluminum conductor, steel reinforced, has high tensile strength due to the steel core and good conductivity due to aluminum. This makes it suitable for long spans in overhead lines. ACSR എന്താ, അലൂമിനിയം സ്ട്രാൻഡ്സ് ആണ് ഒരു സ്റ്റീൽ കോറിന് ചുറ്റും. അലുമിനിയം ക്യാരി കറണ്ട് ആൻഡ് സ്റ്റീൽ പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സ്ട്രെങ്ത്.
പിൻ ടൈപ്പ് എത്ര വരെയാണ് പിൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത്? 33 kV വരെയാണ് യൂസ് ചെയ്യുന്നത്. പിൻ ഇൻസുലേറ്റേഴ്സ് ആർ ഇക്കണോമിക്കൽ ആൻഡ് സിമ്പിൾ ബട്ട് ഹാവ് വോൾട്ടേജ് ലിമിറ്റേഷൻ. ബിയോണ്ട് 33 kV ഇൻസുലേഷൻ ബിക്കം ഡിഫിക്കൽട്ട്. സോ സസ്പെൻഷൻ ഇൻസുലേറ്റർ. സോ പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിൻ്റെ ഓരോ ടൈപ്പ് നമ്മൾ പഠിച്ചല്ലോ. സോ ഇതിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാറുണ്ട്. സോ പിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ എത്ര 33 kV ഒക്കെ ആയിരിക്കും കേട്ടോ. 33ക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ സസ്പെൻഷനിലോട്ട് പോകും, ഹൈ വോൾട്ടേജ് ആണെങ്കിൽ. Suspension insulators are used for voltage above 33 kV. Suspension insulators are multiple disc units in series allowing easy voltage rating adjustment. This makes them suitable for high. അതായത് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൽ നമുക്ക് മൾട്ടിപ്പിൾ എന്തുണ്ടാവും, ഡിസ്ക് ഉണ്ടാവും. അത് സീരീസ് ആയിട്ട് ഇങ്ങനെ ഡിസ്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഈസി വോൾട്ടേജ് റേറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റിനെ സഹായിക്കുകയും എന്ത് ചെയ്യും, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ എന്ത് ചെയ്യും, പോസിബിൾ ആക്കുകയും ചെയ്യും. ഓക്കെ. Corona effect mainly occurs because of its high voltage. High voltage കാരണമാണ്. ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പം ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ദ കണ്ടക്ടേഴ്സ് ബിക്കിംഗ് സ്ട്രോങ് ഇനഫ് ടു അയണൈസ് അയർ പ്രൊഡ്യൂസിങ് കൊറോണ ഡിസ്ചാർജ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ ഇന്ന് നേരത്തെ ക്വസ്റ്റ്യൻസിൽ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക് ആയതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് കേട്ടോ. വിച്ച് ഇസ് നോട്ട് ആൻ എഫക്റ്റ് ഓഫ് കൊറോണ. കൊറോണയിൽ ഉണ്ടാകാത്ത എഫക്റ്റ് ഏതാ? പവർ ലോസ് കൊറോണയിൽ ഉണ്ടാവുമോ? ഉണ്ടാവും. റേഡിയോ ഇൻ്റർഫറൻസ് ഉണ്ടാവത്തില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. ഓസോൺ ഫോർമേഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ആൻഡ് ഹിസിങ് നോയ്സും വയലറ്റ് ഗ്ലോയും ഉണ്ട്. സോ ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു ഹിസിങ് നോയ്സ്, പിന്നെന്താ, വയലറ്റ് ഗ്ലോ. ഇതെല്ലാം കൊറോണയുടെ എഫക്റ്റുകളാണ് അല്ലേ? സോ അതിനോടൊപ്പം എന്താ ഉള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന ഓസോൺ ഫോർമേഷനും ഉണ്ട്. പവർ ലോസ്, നോയ്സ് ആൻഡ് റേഡിയോ ഇൻ്റർഫറൻസ്. അതുപോലെ എന്ത് സംഭവിക്കും? പവർ ലോസും നോയ്സും റേഡിയോ ഇൻ്റർഫറൻസുമാണ് എഫിഷ്യൻസി റാദർ ദാൻ ഇൻക്രീസിങ് ഇറ്റ്. അതെപ്പോഴും എഫിഷ്യൻസി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസിങ് എഫിഷ്യൻസി ഇസ് നോട്ട് എൻ ഇഫക്റ്റ് ഓഫ് കൊറോണ കേട്ടോ. അത് കൊറോണയുടെ ഒരു ഇഫക്റ്റ് അല്ല. കൊറോണ ലോസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക? ഇൻക്രീസിങ് കണ്ടക്ടർ ഡയമീറ്റർ. കൊറോണയുടെ ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ കൂട്ടിയിട്ട്. A large conductor diameter reduces the electric field intensity at the surface, thereby reducing ionization of air and corona loss. Okay, ഒരു ലാർജ് കണ്ടക്ടർ ഡയമീറ്റർ എന്ന് പറയുമ്പം ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? കുറയ്ക്കും. thereby reducing ionization of air and corona loss. അപ്പം ലാർജ് കണ്ടക്ടർ ഡയമീറ്റർ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറയ്ക്കും. അതുവഴി എന്താണ്, അയണൈസേഷൻ ഓഫ് എയർ ആൻഡ് കൊറോണ ലോസ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് എന്താ ചെയ്താൽ മതി? കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ എന്ത് ചെയ്താൽ മതി? ഇൻക്രീസ് ചെയ്താൽ മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ആഡ് ചെയ്തു. സോ സ്കിൻ എഫക്റ്റും കൊറോണയും ഫെറാൻറ്റി എഫക്റ്റും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ വിരളമാണ്. സോ സ്കിൻ എഫക്റ്റ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? കറണ്ട് കോൺസെൻട്രേറ്റഡ് നിയർ ദ സർഫസ്, റെഡ്യൂസിങ് ഇഫക്റ്റീവ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് ഇൻക്രീസസ് AC റെസിസ്റ്റൻസ്. ഓക്കെ അല്ലേ? കറണ്ട് എപ്പോഴും ഒരു സർഫസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഇത് എന്ത് ചെയ്യും? ഒരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. reducing effect cross sectional area and increasing AC resistance. Skin effectors maximum in. നമ്മൾ സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണ് വരുന്നത്? AC കൂടുതലുള്ളിടത്താണ്. ഹൈ ഫ്രീക്വൻസി AC. ഓക്കെ. റേറ്റ് ഓഫ് കറണ്ട് റിവേഴ്സൽ, ഫോഴ്സിങ് കറണ്ട് rather further towards the surface of the conductor അല്ലേ? ഹയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കറണ്ട് റിവേഴ്സലിൻ്റെ കാരണം ഇതാണ്. കറണ്ട് റിവേഴ്സലിൻ്റെ റേറ്റ് കൂട്ടുന്നു, ഫോഴ്സിങ് കറണ്ട് ഫർദർ ടുവേർഡ് ദി സർഫസ് ഓഫ് കണ്ടക്ടേഴ്സ്. ഇതിൽ ചീപ്പസ്റ്റ് ഏതാ? ഓവർഹെഡ് ആണ് അല്ലേ? ഓവർഹെഡ് വളരെ ഈസി അല്ലേ? ഓവർഹെഡിൻ്റെ അകത്ത് ഒരുപാട് മെറ്റീരിയൽസോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് പറ്റും. ഓവർഹെഡ് ലൈൻസ് റിക്വയർസ് ലെസ് ഇൻസുലേഷൻ, സിംപ്ലർ ഇൻസ്റ്റോളേഷൻ ആൻഡ് ഈസി മെയിൻ്റനൻസ് മേക്ക് ദ ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ. സോ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾ ഏതാണ്? അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണ്. ഇവിടെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കും.
Underground cables need heavy insulation and trenching, making installation and repair costly. AC-ക്കകത്തും DC-ക്കകത്തും ഏത് ലോസ് ആണ് നടക്കുന്നത്? ഏതാ നടക്കുന്നത്? കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസ് ഡിപ്പെൻഡ്സ് ഓൺ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ഒക്കർ ഇൻ ബോത്ത് AC ആൻഡ് DC. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, AC-ക്കും DC-ക്കകത്ത് നടക്കുന്ന ലോസ് ആണ് കോപ്പർ ലോസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ ലോസിന് AC എന്നോ DC എന്നോ ഇല്ല, രണ്ടിലും നടക്കും. നേരത്തെ പറഞ്ഞില്ലേ, സ്കിൻ എഫക്റ്റ് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ DC, ബട്ട് ഇൻ ദ കേസ് ഓഫ് ദിസ് കോപ്പർ ലോസ് എന്ത് ചെയ്യും? AC-ക്കകത്തും DC-ക്കകത്തും ഇഫക്റ്റ് ചെയ്യും. ഡിപ്പെൻഡ്സ് ഓൺ കറണ്ട് ആൻഡ് റെസിസ്റ്റേഴ്സ് ആൻഡ് ഒക്കേഴ്സ് ഇൻ ബോത്ത് AC ആൻഡ് DC സിസ്റ്റംസ്. 3-phase സിസ്റ്റം ഇസ് പ്രിഫേർഡ് ബിക്കോസ്, നമ്മൾ എന്തിനാണ് 3 phase എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതലും 3 phaseലേക്ക് തന്നെ പോകുന്നതിന് കാരണം എന്താണ്? എന്തിനാണ് 3 phase യൂസ് ചെയ്യുന്നത്? നമുക്ക് 3 phase സിസ്റ്റം ആണെങ്കിൽ അവർ ഡെലിവർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, റിസൾട്ടിങ് ഇൻ സ്മൂത്ത് ഓപ്പറേഷൻ ആൻഡ് ബെറ്റർ എഫിഷ്യൻസി. അപ്പം ഓപ്പറേഷൻ സ്മൂത്തും ആയിരിക്കും, ബെറ്റർ എഫിഷ്യൻറ്റും ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മൾ എന്തുകൊണ്ടാണ് 3 phase, നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ഫേസും യൂസ് ചെയ്യാമല്ലോ, പക്ഷെ നമ്മൾ എപ്പോഴും 3 phaseലേക്കാണ് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 3 phase യൂസ് ചെയ്യുന്നത്? 3 phase ആണെങ്കിൽ പവർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഡെലിവർ ചെയ്യും, സ്മൂത്ത് ഓപ്പറേഷൻ ആൻഡ് ബെറ്റർ എഫിഷ്യൻസി. 250 കിലോമീറ്റർ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നത്? ലോങ് ലൈൻ എന്നാണ് പറയുന്നത്. ലോങ് ലൈൻ റിക്വയർ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ അനാലിസിസ് ഡ്യൂ ടു സിഗ്നിഫിക്കൻറ്റ് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഇഫക്റ്റ്. അപ്പം ഒരു 250 കിലോമീറ്ററിനേക്കാളും മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ ലോങ് ലൈൻ എന്നാണ് പറയുന്നത്, മീഡിയം അല്ല, ഷോർട്ടും അല്ല. സോ അങ്ങനെ വരുമ്പോൾ ലോങ് ലൈൻ റിക്വയർ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ അനാലിസിസ്, അതിനൊരു ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ അനാലിസിസ് പഠിക്കാനുള്ളതാണ്. ടു സിഗ്നിഫിക്കൻറ്റ് കപ്പാസിറ്റൻസ് അവർ എന്ത് ഉറപ്പായിട്ടും